ജമ്മു കശ്മീരിൽ സർവകക്ഷി സംഘം ഞായറാഴ്ച സന്ദർശനം നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം. അതേസമയം കശ്മീരിലെ സംഘർഷം 51 ദിവസം പിന്നിട്ടു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, പറയൂ. ജൂലൈ 8-ന് ബുർഹാൻ വാനി എന്ന തീവ്രവാദിയെ സൈന്യം വധിച്ചതിനു ശേഷം ആരംഭിച്ച സംഘർഷം നിയന്ത്രണ വിധേയമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആയിട്ടില്ല. സംഘർഷം വ്യാപകമായതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ കർഫ്യൂ ആകട്ടെ ഇന്ന് 51 ദിവസം പിന്നീടുകൂടിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സർവകക്ഷി സംഘം കാശ്മീരിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസം കാശ്മീർ സന്ദർശനം നടത്തി. അവസാന ദിവസം മാധ്യമങ്ങളെ കണ്ട രാജ്നാഥ് സിംഗ് സർവകക്ഷി സംഘത്തെ കാശ്മീരിലേക്ക് അയക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ തീയതിയൊന്നും അറിയിച്ചില്ല. ഇന്ന് കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു. ഞായറാഴ്ച സർവകക്ഷി സംഘം കാശ്മീരിലേക്ക് എത്തും. 2010-ൽ ഇതുപോലെ കാശ്മീർ വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് സർവകക്ഷി സംഘമാണ് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാനൊക്കെ ശ്രമം ഉണ്ടാക്കിയത്. ഇപ്പോഴും അതേ തരത്തിലൊരു പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന് ഉണ്ട്. ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും വിവിധ കക്ഷി നേതാക്കളൊക്കെ ഇതിൽ അംഗമായിരിക്കും. എന്നാൽ ഇവർ വിഘടനവാദികളുമായി ചർച്ച നടത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ മനസ്സ് തുറന്നിട്ടില്ല. ശരി, സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.